ചോദ്യം 1. ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ടെന്ന് സിദ്ധാന്തിച്ച ശാസ്ത്രജ്ഞൻ ആര്? എ. എറിക്സൺ, ബി. നോം ചോംസ്കി, സി. വുഡ്വർത്ത്, ഡി. ജോർജ് പെയിൻ. ഉത്തരം ബി ആണ്, നോം ചോംസ്കി. ചോദ്യം 2. പാവ്ലോവിന്റെ അനുബന്ധന പ്രക്രിയയെ വിളിക്കുന്നത് എന്ത്? എ. പൗരാണിക അനുബന്ധനം, ബി. ശ്രമപരാജയ സിദ്ധാന്തം, സി. പ്രവർത്തനാനുബന്ധനം, ഡി. അന്തർനിരീക്ഷണ സമീപനം. ഉത്തരം എ. പൗരാണിക അനുബന്ധനം. ചോദ്യം 3. ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞൻ ആര്? എ. വില്യം സ്റ്റേൺ, ബി. സിഗ്മണ്ട് ഫ്രോയിഡ്, സി. മാർസ് വെർഥീമർ, ഡി. ആൽഫ്രഡ് ബിനെ. ഉത്തരം ഡി. ആൽഫ്രഡ് ബിനെ. ചോദ്യം 4. നവ്യയുടെ മാനസിക വയസ്സ് അവളുടെ കാലിക വയസ്സിനേക്കാൾ കുറവാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത്? എ. നവ്യയുടെ IQ 100-നേക്കാൾ കുറവാണ്, ബി. നവ്യയുടെ IQ 100 ആണ്, സി. നവ്യയുടെ IQ 100-നേക്കാൾ കൂടുതലാണ്, ഡി. നവ്യയുടെ IQ 110 ആണ്. ഉത്തരം എ. നവ്യയുടെ IQ 100-നേക്കാൾ കുറവാണ്. ചോദ്യം 5. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സവിശേഷ പഠന വൈകല്യത്തിന്റെ ഉദാഹരണം? എ. ബുദ്ധിവൈകല്യം, ബി. ഡിസ്ലെക്സിയ, സി. ഓട്ടിസം, ഡി. പെരുമാറ്റ വൈകല്യം. ഉത്തരം ബി. ഡിസ്ലെക്സിയ. ചോദ്യം 6. വൈഗോട്സ്കിയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏത്? എ. ഓപ്പറന്റ് കണ്ടീഷനിങ്, ബി. ഇൻസൈറ്റ് ലേണിംഗ്, സി. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഡി. റെസിപ്രോക്കൽ ടീച്ചിങ്. ഉത്തരം ഡി. റെസിപ്രോക്കൽ ടീച്ചിങ്. ചോദ്യം 7. താഴെ പറയുന്നവരിൽ ആരാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് TAT രൂപപ്പെടുത്തിയത്? എ. ആൽപോർട്ട്, ബി. ആൽബർട്ട് ബെന്തൂര, സി. മോർഗനും മുറേയും, ഡി. കാൾ റോജേഴ്സ്. ഉത്തരം സി. മോർഗനും മുറേയും. ചോദ്യം 8. താഴെ പറയുന്നവയിൽ ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള ഉപാധി ഏത്? എ. നിമോണിക്സ്, ബി. ഇടവേള പഠനം, സി. വായന, ഡി. ശ്രദ്ധിക്കൽ. ഉത്തരം എ. നിമോണിക്സ്. ചോദ്യം 9. കൈത്താങ് എന്ന ആശയം ഊന്നൽ നൽകുന്നത് എ. സമൂഹ നിർമ്മിതിവാദം, ബി. ചേഷ്ടാ സിദ്ധാന്തം, സി. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ഡി. സൈൻ പഠനം. ഉത്തരം എ. സമൂഹ നിർമ്മിതിവാദം. ചോദ്യം 10. ഒരു കുട്ടിയുടെ പഠനവക്രം വരയ്ക്കുന്ന വേളയിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പുരോഗതിയും പ്രകടമാകുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്നത് എ. സ്പർട്ട് മേഖല, ബി. ക്രമരഹിത മേഖല, സി. പരമാവധി ആർജിത മേഖല, ഡി. സമപീഠസ്ഥലി. ഉത്തരം ഡി. സമപീഠസ്ഥലി. ചോദ്യം 11. ഘടനാവാദ മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എ. വിൽഹം വൂണ്ട്, ബി. വില്യം ജെയിംസ്, സി. JB വാട്സൺ, ഡി. EL തോണ്ടൈക്ക്. ഉത്തരം എ. വിൽഹം വൂണ്ട്. ചോദ്യം 12. മനഃശാസ്ത്രത്തെ വ്യവഹാരങ്ങളുടെ പഠനമായി അംഗീകരിച്ചത് ആര്? എ. JB വാട്സൺ, ബി. വില്യം ജെയിംസ്, സി. പിൽസ്ബറി, ഡി. വിൽഹം വൂണ്ട്. ഉത്തരം സി ആണ്, പിൽസ്ബറി. ചോദ്യം 13. ഹോർമിക് മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എ. വില്യം മക്ഡുഗൽ, ബി. വില്യം ജെയിംസ്, സി. ആൽഫ്രഡ് ആഡ്ലർ, ഡി. വില്യം സ്റ്റേൺ. ഉത്തരം എ. വില്യം മക്ഡുഗൽ. ചോദ്യം 14. ഡാനിയൽ ഗോൾമാന്റെ സിദ്ധാന്തം അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എ. വൈകാരിക വികാസവുമായി, ബി. വൈകാരിക പ്രശ്നങ്ങളുമായി, സി. വൈകാരിക ക്ഷമതയുമായി, ഡി. ബൗദ്ധിക വികാസവുമായി. ഉത്തരം സി. വൈകാരിക ക്ഷമതയുമായി. ചോദ്യം 15. താഴെ പറയുന്ന ആശയങ്ങളിൽ പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധമില്ലാത്തത്? എ. സംസ്ഥാപനം, ബി. സ്വാംശീകരണം, സി. കൈത്താങ്ങ് നൽകൽ, ഡി. സ്കീമ.
ഉത്തരം സി. കൈത്താങ്ങ് നൽകൽ. ചോദ്യം 16. ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധിസിദ്ധാന്തത്തിന്റെ പേര്. എ. ബഹുമുഖ ബുദ്ധിസിദ്ധാന്തം. ബി. ട്രയാർക്കിക് സിദ്ധാന്തം. സി. ദ്വിഘടക സിദ്ധാന്തം. ഡി. ബുദ്ധിയുടെ ഘടനാ മാതൃക. ഉത്തരം ഡി. ബുദ്ധിയുടെ ഘടനാ മാതൃക. ചോദ്യം 17. കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന പേരിൽ അനുഭവങ്ങളെ വർഗീകരിച്ചത് ആര്? എ. കിൽപാട്രിക്. ബി. സ്റ്റീഫൻ എം കോറി. സി. കുർട്ട് ലെവിൻ. ഡി. എഡ്ഗാർ ഡെയിൽ. ഉത്തരം ഡി. എഡ്ഗാർ ഡെയിൽ. ചോദ്യം 18. അധ്യാപന മൂല്യനിർണയോപാധിയായ ഫിയാക്സ് രൂപപ്പെടുത്തിയത് ആര്? എ. എഫ് എസ് കെല്ലർ. ബി. നെഡ്ജ് എ ഫ്ലാൻഡർ. സി. കുർട്ട് ലെവിൻ. ഡി. വെർത്തിമർ. ഉത്തരം ബി. നെഡ്ജ് എ ഫ്ലാൻഡർ. ചോദ്യം 19. മനുഷ്യരെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും രണ്ടായി തിരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? എ. കാൾ യൂങ്. ബി. ഗിൽഫോർഡ്. സി. ബ്രൂണർ. ഡി. സിഗ്മണ്ട് ഫ്രോയിഡ്. ഉത്തരം എ. കാൾ യൂങ്. ചോദ്യം 20. ബുദ്ധിയുടെ അനാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? എ. ഡൊണാൾഡ് ഹെബ്ബ്. ബി. ആൽഫ്രഡ് ബിനെ. സി. തോണ്ടൈക്ക്. ഡി. റെയ്മണ്ട് ബി കാറ്റൽ. ഉത്തരം സി. തോണ്ടൈക്ക്.